കുട്ടികളെ, അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ് ബൈ ഗബ്രിയേൽ ഗാർസിയ മാർക്യൂസ്. നമ്മൾ ഈ വീഡിയോയിൽ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനും നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്യാം. അപ്പം നമുക്ക് തുടങ്ങിയാലോ. ദ ലൈറ്റ് വാസ് വീക്ക് ഇവൺ അറ്റ് നോൺ. ഉച്ചയായിരുന്നെങ്കിലും വെളിച്ചം കുറവായിരുന്നു. When Pele was coming back to the house, it was hard for him to see what was moving and groaning in the rear of the courtyard. നമ്മുടെ ഈ ഷോർട്ട് സ്റ്റോറിയിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് പെലെയോ. പെലെയോ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ വീടിൻ്റെ പിന്നിൽ പറമ്പിലായിട്ട് എന്തോ കിടക്കുകയോ ഞെരുങ്ങുകയോ ഒക്കെ ആയിട്ടുള്ള ശബ്ദം പെലെയോ കേൾക്കുകയാണ്. പക്ഷെ അതെന്താണെന്ന് പെലെയോയ്ക്ക് വ്യക്തമായി കാണാനായില്ല. He had to go very close to see that it was an old man. എ വെരി ഓൾഡ് മാൻ. വളരെ അടുത്ത് പോയപ്പോൾ മാത്രമാണ് പെലെയോയ്ക്ക് മനസ്സിലായത് അതൊരു വയസ്സായ ഒരു പ്രായമായിട്ടുള്ള ആളാണെന്ന്. ദ മാൻ വാസ് ലൈങ് ഫേസ് ഡൗൺ ഇൻ ദ മഡ്. ആ മനുഷ്യൻ മണ്ണിൽ മുഖം താഴ്ത്തി കിടക്കുകയായിരുന്നു. ഇൻ സ്പൈറ്റ് ഓഫ് ഹിസ് ട്രമൻഡസ് എഫേർട്ട് ദ മാൻ കുഡിൻ ഗെറ്റ് അപ്പ് എംബഡഡ് ബൈ എനോർമസ് വിങ്സ്. വളരെയധികം ശ്രമിച്ചിട്ടും ആ വലിയ ചിറകുകൾ കാരണം ആ മുഖം താഴ്ത്തി കിടക്കുന്ന ആ വ്യക്തിക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. Frightened by the sight, Peleo ran to get Elisenda, his wife. നമ്മുടെ അടുത്ത കഥാപാത്രമാണ് എലിസെൻഡ. പെലെയോയുടെ വൈഫാണ് എലിസെൻഡ. ഈ കാഴ്ച കണ്ട് ഭയന്ന് നമ്മുടെ പെലെയോ തൻ്റെ ഭാര്യയായിട്ടുള്ള എലിസെൻഡയെ വിളിക്കാൻ ഓടി. ഷീ വാസ് പുട്ടിങ് കംപ്രസ് ഓൺ ദെയർ സിക്ക് ചൈൽഡ്. അപ്പോൾ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം അവരുടെ കുട്ടിക്ക് തീരെ വയ്യാണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് പേജിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹി ടുക്ക് ഹെർ ടു ദ റെയർ ഓഫ് ദ കോർട്ട്യാർഡ്. ദേ ബോത്ത് ലുക്ക്ഡ് അറ്റ് ദ ഫോളൻ ബോഡി. അവൻ അവളെ വീടിൻ്റെ പിൻവശത്തേക്ക് കൊണ്ടുപോയി. അവർ ഇരുവരും താഴെ വീണ് കിടന്ന ആ മനുഷ്യനെ നോക്കി. ദ മാൻ വാസ് ഡ്രസ്ഡ് ലൈക്ക് എ റാഗ് പിക്കർ. ആ മനുഷ്യൻ പഴകിയ വസ്ത്രങ്ങൾ ധരിച്ച ഒരു പാവപ്പെട്ട ആളിനെ പോലെയായിരുന്നു. ദർ വർ ഓൺലി എ ഫ്യൂ ഫെഡഡ് ഹെയർസ് ലെഫ്റ്റ് ഓൺ ഹിസ് ബാൾഡ് സ്കൾ ആൻഡ് വെരി ഫ്യൂ ടീത്ത് ഇൻ ഹിസ് മൗത്ത്. തലയിൽ വളരെ കുറച്ച് ചാരനിറത്തിലുള്ള മുടിയും വായിൽ വളരെ കുറച്ച് പല്ലുകളും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഹിസ് പിറ്റ്ഫുൾ കണ്ടീഷൻ സീംഡ് ദാറ്റ് ഓഫ് എ ഡ്രഞ്ച്ഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. അവൻ്റെ അവസ്ഥ നനഞ്ഞു തളർന്ന ഒരു മുതിർത്തപ്പൻ പോലെയായിരുന്നു. ദിസ് ടുക്ക് എവേ എനി സെൻസ് ഓഫ് ഗ്രാൻഡർ ഹി മൈറ്റ് ഹാവ് ഹാഡ്. ഇതുകൊണ്ട് ആ കിടക്കുന്ന വ്യക്തി ഒരു മഹത്തായ ആളല്ലെന്ന് അവർക്ക് തോന്നി. ആർക്ക് തോന്നി? നമ്മുടെ എലിസെൻഡയ്ക്കും പെലെയ്ക്കും. ഹിസ് ഹ്യൂജ് ബസ്ഡ് വിങ്സ് ഡേർട്ടി ആൻഡ് ഹാഫ് പ്ലക്ഡ് were entangled in the mud. ആ വീണ് കിടക്കുന്ന ആളുടെ വലിയ ചിറക് മലിനവും ചീഞ്ഞതുമായിരുന്നു. മണ്ണിൽ കുടുങ്ങി കിടക്കുന്ന നിലയിലായിരുന്നു അത്. They looked at him so long and so closely that Peleo and Elisenda very soon overcome their surprise. അവർ വളരെ നേരം അടുത്ത് നിന്ന് നോക്കിയതിനാൽ അവരുടെ അതിശയവും ഭയവും കുറയാൻ തുടങ്ങി. ഇൻ ദ എൻഡ് ദേ ഫൗണ്ട് ഹിം ഫെമിലിയർ. ഒടുവിൽ ഈ കിടക്കുന്ന ആളെ അവർക്ക് പരിചിതനായ ഒരാളെ പോലെ തോന്നി. ദെൻ ദേ ഡെയർഡ് സ്പീക്ക് ടു ഹിം. പിന്നെ അവർ എലിസാൻഡയും പെലെയെയും ഇയാളോട് സംസാരിക്കാൻ തുടങ്ങി. ഹി ആൻസേർഡ് ഇൻ ആൻ ഇൻകോംപ്രൻസിബിൾ ഡയലീറ്റ് വിത്ത് എ സ്ട്രോങ് സെയിലേഴ്സ് വോയിസ്. ആ മണ്ണിൽ കിടന്നിരുന്ന ആൾ അവനൊരു കടൽക്കാരൻ്റെ ശക്തമായ ശബ്ദത്തിൽ മനസ്സിലാക്കാത്ത ഭാഷയിൽ മറുപടി പറഞ്ഞു. ദേ കൺക്ലൂഡഡ് ദാറ്റ് ഹി വാസ് എ ലോൺലി കാസ്റ്റ്വേ ഫ്രം സം ഫോറിൻ ഷിപ്പ് wrecked ബൈ ദ സ്ട്രോം. അപ്പോൾ ഇയാളുടെ സംസാരത്തിൽ നിന്ന് നമ്മുടെ എലിസാൻഡയ്ക്കും പെലെയ്ക്കും മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഒരു വിദേശ കപ്പലിൽ കാറ്റിൽ തകർന്നപ്പോൾ ഒറ്റപ്പെട്ട് രക്ഷപ്പെട്ട ആളാണെന്ന് അവർ കരുതി. ദെൻ ദേ കോൾഡ് ഇൻ എ നെയ്ബർ വുമൺ ടു സീ ഹിം. പിന്നെ അവർ അയൽവാസിയായ ഒരു സ്ത്രീയെ വിളിച്ചു. ഓൾ ഷീ നീഡഡ് വാസ് വൺ ലുക്ക് ടു ഷോ ദം ദെയർ മിസ്റ്റേക്ക്. അവൾ ഒരു നോട്ടം മാത്രം നോക്കിയപ്പോൾ തന്നെ അവർ തെറ്റാണെന്ന് മനസ്സിലാക്കി. ഹീ ഈസ് എൻ ഏഞ്ചൽ ഷീ ടോൾഡ് ദെം. ആ അയൽവാസിയായി വന്ന സ്ത്രീ ഇവരുടെ അടുത്ത് പറഞ്ഞു ഇതൊരു ദേവദൂതനാണ്, ഇതൊരു ഏഞ്ചലാണെന്ന് അവരുടെ അടുത്ത് പറഞ്ഞു. ഹി മസ്റ്റ് ഹാവ് ബീൻ കമ്മിങ് ഫോർ ദ ചൈൽഡ് ബട്ട് ദ പുവർ ഫെല്ലോ ഈസ് സോ ഓൾഡ് ദാറ്റ് ദ റെയിൻ നോക്ക്ഡ് ഹിം ഡൗൺ. അപ്പോൾ ഈ സ്ത്രീ പറയാണ്, നമ്മുടെ അയൽവാസിയായ സ്ത്രീ പറയാണ് ഇതൊരു ദേവദൂതനാണ്, ഇത് കുഞ്ഞിനായിട്ട് വന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കുഞ്ഞിനൊട്ടും വയ്യ, സിക്കാണ്, മരുന്ന് വയ്ക്കുകയാണെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ സ്ത്രീ വന്നിട്ട് പറയാണ് ഈ അവർ കുഞ്ഞിനായിട്ട് വന്നതാണ്, പക്ഷേ ഈ ഏഞ്ചൽ ഭയങ്കര വൃദ്ധനായ ഒരാളാണ്, അതുകൊണ്ട് മണ്ണിൽ വീണ് പോയതാണെന്ന്. On the following day, everyone knew that a flesh and blood angel was held captive in Peleo's house.
അടുത്ത ദിവസം പെലെയോയുടെ വീട്ടിൽ ഒരു സജീവ ദേവദൂതനെ പിടിച്ചു വെച്ചിരിക്കൂ എന്ന് എല്ലാവർക്കും അറിയപ്പെട്ടു. നമ്മുടെ പെലെയെയും എലിസാൻ്റെയും ഒരു ഏഞ്ചലിനെ അവർ തടവിലാക്കി എന്നുള്ള വിവരം നാട്ടിലൊക്കെ അറിഞ്ഞു. പെലെയോ വാച്ച്ഡ് ഓവർ ഹിം ഓൾ ആഫ്റ്റർനൂൺ ഫ്രം ദ കിച്ചൺ ആംഡ് വിത്ത് ഹിസ് ബാലിഫ്സ് ക്ലബ്. പെലെയോ ഒരു വടി പിടിച്ച് അടുക്കളയിൽ നമ്മുടെ ഈ ഏഞ്ചലിന് പ്രൊട്ടക്ഷനായിട്ട് നിന്നു. അവനെ ആരും അതിക്രമിക്കാത്ത രീതിയിൽ അവനെ സുരക്ഷിതനാക്കിയിട്ട് ഈ പെലെയെ ഒരു വടി എടുത്തിട്ട് കിച്ചണിൻ്റെ മുന്നിൽ ഇങ്ങനെ നിന്നു. ബിഫോർ ഗോയിങ് ടു ബെഡ് ഹി ഡ്രാഗ്ഡ് ഹിം ഔട്ട് ഓഫ് ദ മഡ് ആൻഡ് ലോക്ക്ഡ് ഹിം അപ്പ് വിത്ത് ദ ഹെൻസ് ഇൻ ദ കിച്ചൺ കൂപ്പ്. അവരുടെ വീടിനടുത്തായിട്ട് ഒരു ചിക്കൻ കൂപ്പ് ഉണ്ടായിരുന്നു. ചിക്കൻ കൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴിപ്പുറ്റ്, കോഴിക്കൂട് എന്നൊക്കെ പറയില്ലേ, കോഴികൾ താമസിക്കുന്ന സ്ഥലം. അപ്പോൾ ഈ പെലെയെ എന്താ ചെയ്തത്, ഈ ഏഞ്ചലിനെ ഈ കോഴിപ്പുറ്റിലാക്കിയിട്ട് അടച്ചു അവർ കിടക്കാൻ പോകുന്നതിന് മുൻപ്. എ ഷോർട്ട് ടൈം ആഫ്റ്റർ ദ ചൈൽഡ് വേക്കപ്പ് വിത്തൗട്ട് എ ഫീവർ ആൻഡ് വിത്ത് എ ഡിസയർ ടു ഈറ്റ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ അവരുടെ കുട്ടിയുടെ അസുഖം ഭേദമായിട്ട് ആ കുട്ടി നീറ്റിട്ട് പനിയൊന്നും കൂടാതെ നീറ്റിട്ട് ഭക്ഷണം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ദെൻ ദേ ഫെൽറ്റ് മെഗാനിമസ്. അപ്പോൾ അവർക്ക് മനസ്സിലായി എന്തോ ഈ നമ്മുടെ ഈ ഏഞ്ചലിൻ്റെ വരവോട് കൂടിയാണ് നമ്മുടെ കുട്ടിക്ക് അസുഖം ഭേദമായതും അവന് പനിയൊന്നും കൂടാതെ നീറ്റതും ഭക്ഷണം കഴിക്കാനുള്ള താല്പര്യം കാണിച്ചതെന്ന് കരുതി. ദെൻ ദേ ഫെൽറ്റ് മെഗാനിമസ്. അപ്പോൾ ഈ നമ്മുടെ പെലെയോയ്ക്കും നമ്മുടെ എലിസാൻ്റയ്ക്കും തോന്നി ഈ ഏഞ്ചൽ ഒരു വലിയ മനസ്സുള്ളവരായിട്ട് തോന്നി. ദേ ഡിസൈഡഡ് ടു പുട്ട് ദ ഏഞ്ചൽ ഓൺ എ റാഫ്റ്റ് വിത്ത് ഫ്രഷ് വാട്ടർ ആൻഡ് പ്രൊവിഷൻസ് ഫോർ 3 days ആൻഡ് ലിവ് ഹിം ഓൺ ഹിസ് ഫെയ്റ്റ് ഓൺ ഹൈ സീസ്. അപ്പോൾ നമ്മുടെ ഈ പെലെയോയും എലിസാൻ്റെയും ഈ ഏഞ്ചലിനെ ഒരു തോണിയിൽ വെള്ളവും ഭക്ഷണവും നൽകി 3 ദിവസത്തേക്കുള്ള ഭക്ഷണവും വെള്ളവും നൽകി കടലിലേക്ക് വിടാൻ അവർ തീരുമാനിച്ചു. ബട്ട് വെൻ ദേ വെൻറ്റ് ഔട്ട് ഇൻ ദ കോർട്ട്യാർഡ് അറ്റ് ദ ഫസ്റ്റ് ലൈറ്റ് ഓഫ് ഡൗൺ. പുലർച്ചെ അവർ പുറത്തേക്ക് പോയപ്പോൾ ദേ ഫൗണ്ട് ദ ഹോൾ നെയ്ബർഹുഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ചിക്കൻ കൂപ്പ് ഹാവിങ് ഫൺ വിത്ത് ഏഞ്ചൽ. അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ വെളിച്ചം വെച്ചപ്പോൾ പുറത്ത് കടന്നപ്പോൾ നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഈ കോഴിപ്പൂറ്റിന് മുന്നിൽ അവരുടെ അയൽവക്കക്കാരും നാട്ടുകാരും നിറഞ്ഞിരിക്കുന്നു. മുഴുവൻ നാട്ടുകാരും കോഴിപ്പൂറ്റിന് മുന്നിൽ കൂടി അവനെ കാണാനായി തിരക്കിട്ടിരിക്കുന്നു. ആരെ കാണാനായിട്ട്? നമ്മുടെ ഏഞ്ചലിനെ കാണാനായിട്ട്. ദ വിസിറ്റേഴ്സ് വെർ ടോസിങ് ഹിം തിങ്സ് ടു ഈറ്റ് ത്രൂ ദ ഓപ്പണിങ്സ് ഇൻ ദ കൂപ്പ്. ആളുകൾ ഈ കോഴിപ്പൂറ്റിലൂടെ അവന് ഭക്ഷണം എറിഞ്ഞു കൊടുക്കുകയായിരുന്നു. ആർക്ക്? നമ്മുടെ ഏഞ്ചലിന്. ഇറ്റ് വാസ് ആസ് ഇഫ് ഹി വേർ ഇൻ സൂപ്പർ നാച്ചുറൽ ക്രിയേച്ചർ ബട്ട് ആസ് സർക്കസ് ആനിമൽ. അവിടെ കൂടിയിരുന്ന നാട്ടുകാരും അയൽവാസികളും ആ ഏഞ്ചലിനെ ഒരു നമ്മുടെ സർക്കസിലെ ആന, ജോക്കറൊക്കെ ഉള്ള പോലെ അങ്ങനെ ഒരു വ്യക്തിയായിട്ടാണ് കണ്ടിരുന്നത്. നെക്സ്റ്റ് പേജിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദ ന്യൂസ് ഓഫ് ദ ക്യാപ്റ്റീവ് ഏഞ്ചൽ സ്പ്രെഡ് വിത്ത് ഗ്രേറ്റ് റാപ്പിഡിറ്റി. പിടിച്ചു വെച്ച ആ ഏഞ്ചലിനെ പറ്റിയുള്ള വാർത്ത വേഗത്തിൽ നാട്ടിൽ മൊത്തം പടർന്നു. ആഫ്റ്റർ എ ഫ്യൂ ഹവേഴ്സ് ദ കോർട്ട്യാർഡ് ഹാസ് ദ ബസിൽ ഓഫ് മാർക്കറ്റ് പ്ലേസ്. കുറച്ച് മണിക്കൂറുകൾക്കകം തന്നെ ഈ നമ്മുടെ പെലെയോയുടെയും എലിസാൻ്റെയുടെയും വീട്ടുമുറ്റം ഒരു ചന്തയേക്കാൾ തിരക്കേറിയതായി മാറി. ദ കപ്പിൾ ഹാഡ് ടു കോൾ ഇൻ ട്രൂപ്സ് ടു ഡിസ്പേഴ്സ് ദ മോം. അത്രയ്ക്കും റഷ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ പെലെയോയും എലിസാൻ്റെയും അവർക്ക് കോപ്സിനെ വിളിക്കേണ്ടി വന്നു. ട്രൂപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൈനികരെ വിളിക്കേണ്ടി വന്നു. എന്തിനാണ്? ഡിസ്പേഴ്സ് ദ മോബ്, ഈ ആൾക്കൂട്ടത്തെ പിരിച്ചുവിടാനായിട്ട്. They got the idea of fencing in the yard and charging 5 cents for admission to see the angel. അപ്പോഴാണ് അവർക്കൊരു ഐഡിയ തോന്നിയത്, നമ്മുടെ ഈ ഏഞ്ചലിനെ കാണാനായിട്ട് വരുന്ന ഓരോ ആളുകളിൽ നിന്നും നമുക്ക് 5 സെൻറ്റ് വീതം വാങ്ങിക്കാം, അഡ്മിഷൻ ഫീ പോലെ വാങ്ങിക്കാമെന്ന്. അവർ പറമ്പിൽ വേലി കെട്ടി അതെ ഏഞ്ചലിനെ കാണാൻ 5 സെൻറ്റ് പണം ഈടാക്കാമെന്ന് തീരുമാനിച്ചു. ദ ക്യൂരിയസ് കെയിം ഫ്രം ഫാർ അവേ. കൗതുകമുള്ള ആളുകൾ വളരെ ദൂരത്ത് വരെ ഈ ഏഞ്ചലിനെ കാണാൻ എത്തി. The most unfortunate invalids on earth came in search of health. രോഗബാധിതരായിട്ടുള്ള ആൾക്കാരും ദുർഭാഗ്യകരമായവരും ആരോഗ്യത്തിന് വേണ്ടി ഈ ഏഞ്ചലിനെ കാണാനായിട്ട് വന്നു. പെലെയോ ആൻഡ് എലിസാൻഡ ആർ ഹാപ്പി വിത്ത് ഫാറ്റിക്. പെലെയോയും എലിസാൻഡയും വളരെ ക്ഷീണിച്ചിരുന്നെങ്കിലും സന്തോഷകരമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഓരോ അഡ്മിഷൻ എടുക്കുമ്പോഴും 5 സെൻറ്റ് വീതം ലഭിക്കുമായിരുന്നു. ഇൻ ലെസ് ദാൻ എ വീക്ക് ദേ ഹാഡ് ക്രാംഡ് ദെയർ റൂംസ് വിത്ത് മണി. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അവരുടെ മുറി പണവുമായി നിറഞ്ഞു.
Still, the line of pilgrims waiting their turn to enter reached beyond the horizon. എന്നിട്ടും അകത്ത് കയറാൻ കാത്തുന്ന ആളുകളുടെ ക്യൂ അത്രയ്ക്ക് അധികമായിരുന്നു. ദ ഏഞ്ചൽ വാസ് ദ ഓൺലി വൺ ഹു ടുക്ക് നോ പാർട്ട് ഇൻ ഹിസ് ഓൺ ആക്ട്. ഈ മുഴുവൻ സംഭവത്തിലും ആകെ പങ്കാളിയാവാതിരുന്നത് ഏഞ്ചൽ മാത്രമായിരുന്നു. ഹി സ്പെൻഡ് ഹിസ് ടൈം ട്രൈയിങ് ടു ഗെറ്റ് കംഫർട്ടബിൾ ഇൻ ഹിസ് ബോറോഡ് നെസ്റ്റ്. ഈ ഏഞ്ചൽ അവൻ്റെ താൽക്കാലികമായ താമസ സ്ഥലത്ത് കംഫർട്ടബിളായി നിൽക്കാൻ വേണ്ടിയിട്ടായിരുന്നു ശ്രമിച്ചു കൊണ്ടിരുന്നത്. അറ്റ് ഫസ്റ്റ് ദേ ട്രൈ ടു മേക്ക് ഹിം ഈറ്റ് സം മോത്ത് ബോൾസ്. അവർ ആദ്യം നമ്മുടെ ഈ ഓടിക്കൂടിയ നാട്ടുകാരും അയൽവാസികളും ആദ്യം ചെയ്തത് അവനെ കൊണ്ട് മോത്ത് ബോൾസ് കഴിപ്പിക്കാനായിരുന്നു. മോത്ത് ബോൾസ് എന്ന് പറഞ്ഞാൽ നാഫ്തലിൻ ഗുളികകൾ. നാഫ്തലിൻ ഗുളിക നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഡ്രസ്സൊക്കെ നമ്മൾ നീറ്റായിട്ടും കേടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ നാഫ്തലിൻ ഗുളികകൾ. അതാണ് മോത്ത് ബോൾസ്. ബട്ട് ഹീ എയ്റ്റ് നത്തിങ് ബട്ട് എഗ് പ്ലാൻ മഷ്. ഇതൊക്കെ കൊടുത്തിട്ട് നമ്മുടെ ഏഞ്ചൽ കഴിച്ചിരുന്നത് വഴുതനപ്പച്ചടി പോലുള്ള ഭക്ഷണങ്ങൾ മാത്രമായിരുന്നു കഴിച്ചിരുന്നത്. ഹിസ് ഓൺലി സൂപ്പർ നാച്ചുറൽ വിർച്യൂ സീംഡ് ടു ബി പേഷ്യൻസ്. ആ ഏഞ്ചലിൻ്റെ ഏക അത്ഭുത ഗുണമായിട്ട് നമുക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ക്ഷമയാണ്. അവരാരോടും ദേഷ്യപ്പെടുകയോ മുഖം കറുപ്പിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. പേഷ്യൻ്റായിട്ട് ഇരിക്കുകയായിരുന്നു. ഹി വാസ് ക്വയറ്റ് പേഷ്യൻറ്റ് വെൻ ദ ഹെൻസ് പെക്ഡ് അറ്റ് ഹിം. കോഴികൾ അവനെ കൊത്തുമ്പോഴും അവൻ ക്ഷമയോടെ സഹിച്ചു നിന്നിരുന്നു. ഹി വാസ് പേഷ്യൻ്റ് അഗെയിൻ വിത്ത് ദ ക്രിപ്പിൾസ് പുൾഡ് ഔട്ട് ഹിസ് ഫെദേഴ്സ്. രോഗികളായ ആളുകൾ അവൻ്റെ ചിറകുകൾ പറിച്ചെടുത്തപ്പോഴും അവൻ ക്ഷമയോടെ നിന്നു. ഹി റിമൈൻഡ് പേഷ്യൻറ്റ് വെൻ ഇവൻ ദ മോസ്റ്റ് മേഴ്സിഫുൾ ത്രൂ സ്റ്റോൺസ് അറ്റ് ഹിം. നല്ലവരായി തോന്നുന്ന ആളുകൾ പോലും അവനെതിരെ കല്ലെറിഞ്ഞപ്പോഴും അവൻ ഒന്നിനും പ്രതികരിക്കാതെ ക്ഷമയോടെ ഇരുന്നു. ദേ വർ ഓൺലി ട്രൈയിങ് ടു ഗെറ്റ് ഹിം ടു റൈസ്. അവർ അവനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അവനെ നിൽക്കുന്ന നിലയിൽ കാണാനായിരുന്നു വന്നവർക്കൊക്കെ ആഗ്രഹം. എ ട്രാവലിംഗ് ഷോ അറൈവ്ഡ് ഇൻ ദ ടൗൺ. ഒരു സഞ്ചരിക്കുന്ന പ്രദർശനം ഗ്രാമത്തിലെത്തി. ദ മെയിൻ അട്രാക്ഷൻ വാസ് എ വുമൺ ടേൺഡ് ഇൻ ടു എ സ്പൈഡർ. അതിലെ പ്രധാന അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ആകർഷണം എന്താണെന്ന് വെച്ചാൽ മിന്നലേറ്റ ചിലന്തിയായി മാറുന്ന ഒരു സ്ത്രീ ആയിരുന്നു. ദ അഡ്മിഷൻ ഫീ ടു സീ ഹെർ വാസ് ലെസ് ദാൻ ദ ഫീ ടു സീ ദ ഏഞ്ചൽ. അവിടെ ആ സ്ത്രീയെ കാണാൻ വരുന്നവർക്ക് ചാർജ് ചെയ്യുന്ന പൈസയെ വളരെ കുറവായിരുന്നു അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഏഞ്ചലിനെ കാണാൻ വരുന്ന ആളുകളെ. സോ പീപ്പിൾ ഫ്ലോക്ക്ഡ് ടു സീ ഹെർ. അതുകൊണ്ട് ആളുകൾ അവളെ കാണാൻ കൂട്ടം കൂടി. ദേ കുഡ് ആസ്ക് ഹെർ ക്വസ്റ്റ്യൻസ് അബൌട്ട് ഹെർ കണ്ടീഷൻ. ഈ വരുന്ന ആളുകൾക്ക് അവളോട് എങ്ങനെയാണ് ഇങ്ങനെ ആയത്, എങ്ങനെയാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ എന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഒരു റൈറ്റ്സും കൂടെ ഉണ്ടായിരുന്നു. ദ ഓണേഴ്സ് ഓഫ് ദ ഹൗസ് ഹാഡ് നോ റീസൺ ടു ലെമൻറ്റ്. വീട്ടുടമകൾക്ക് വിഷമിക്കാൻ ഒന്നും കാരണമില്ലായിരുന്നു. ലെമൻറ്റ് എന്ന് പറഞ്ഞാൽ വിഷമിക്കുക, വിലപിക്കുക എന്നൊക്കെയാണ് മീനിങ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓണേഴ്സ് ഓഫ് ഹൗസ് എന്ന് ഇവിടെ പറയുന്നത് പെലേയോയും എലിസാൻഡയുമാണ്. എലിസാൻഡയ്ക്കും പെലേയ്ക്കും ഈ ഏഞ്ചലിലൂടെ ഒരുപാട് ക്യാഷ് ഉണ്ടാക്കാനും അത് അവർക്ക് അതിൻ്റേതായ ആവശ്യങ്ങൾ ചെയ്യാനും സാധിച്ചു. അപ്പോൾ വേറൊരു സ്റ്റേജ് ഷോ വരുമ്പോഴും അവർക്ക് യാതൊരു വിഷമവും ഉണ്ടായിരുന്നില്ല. With the money they saved, they built a 2-story mansion with balconies and gardens. അവർ ഈ ഏഞ്ചലിൽ നിന്ന് ഉണ്ടാക്കിയ 5 സെൻറ്റ് ഒരാളിൽ നിന്ന് അഡ്മിഷൻ ഫീ ആയി വാങ്ങിച്ച പൈസ കൊണ്ട് അവർ 2 സ്റ്റോറി മാൻഷൻ, അവർ സമ്പാദിച്ച പണത്തോടെ ബാൽക്കണികളും തോട്ടങ്ങളുമുള്ള 2 നിലയുള്ള ഒരു വീട് പണിതു. ഇറ്റ് ഈസ് ഓൾസോ ഹാഡ് ഹൈ നെറ്റിംഗ് സോ ദ ക്രാബ്സ് വുഡൻ ഗെറ്റ് ഇൻ ഡ്യൂറിങ് ദ വിൻ്റർ ആൻഡ് അയൺ ബേഴ്സ് ഓൺ ദ വിൻഡോസ് സോ ദാറ്റ് ഏഞ്ചൽസ് വുഡൻ ഗെറ്റ് ഇൻ. ശീതകാലത്ത് ഞണ്ടുകൾ അകത്ത് കടക്കാതിരിക്കാനായി ഉയർന്ന വലയും ദേവദൂതന്മാർ അകത്ത് കയറാതിരിക്കാനായി ജാലകങ്ങളിൽ ഇരുമ്പ് കുരുക്കുകളും അവിടെയുണ്ടായിരുന്നു. പെലേയോ ഓൾസോ സെറ്റപ്പ് എ റാബിറ്റ് വാരൻ ആൻഡ് ഗേവ് അപ്പ് ഹിസ് ജോബ് ആസ് എ ബാലിഫ് ഫോർ ഗുഡ്. പെലേയോ ഒരു മുയൽ വളർത്തു കേന്ദ്രം ആരംഭിക്കുകയും തൻ്റെ ബേലിഫ് ജോലിയെ സ്ഥിരമായി ഉപേക്ഷിക്കുകയും ചെയ്തു. Elisenda bought some satin pumps with high heels and many dresses of iridescent silk. എലിസെൻഡ ഉയർന്ന ഹീലുള്ള സാറ്റിൻ ചെരുപ്പുകളും മിന്നുന്ന സിൽക്ക് വസ്ത്രങ്ങളും പലതും വാങ്ങി. ദ ചിക്കൻ കൂപ്പ് വാസ് ദ ഓൺലി തിങ് ദാറ്റ് ഡിഡൻറ്റ് റിസീവ് എനി അറ്റൻഷൻ. കോഴി, നമ്മുടെ ഈ ചിക്കൻ കൂപ്പ്, കോഴിയുടെ കൂട് മാത്രമായിരുന്നു യാതൊരു മോഡിഫിക്കേഷനും ശ്രദ്ധയും ഇല്ലാതെ ഇരുന്നത്. ദ ഡങ്ക് ഹെപ്പ് സ്നെച്ച് ഫ്രം ദ കൂപ്പ് വാസ് ടേണിംഗ് ദ ന്യൂ ഹൗസ് ഇൻ ടു ആൻ ഓൾഡ് വൺ. കോഴിൽപ്പുറ്റിൽ നിന്നുള്ള ചാണകത്തിൻ്റെ ദുർഗന്ധം പുതിയ വീടിനെ പഴയതുപോലെ ആക്കുകയായിരുന്നു. അറ്റ് ഫസ്റ്റ് വെൻ ദ ചൈൽഡ് ലേൺ ടു വാക്ക് ദേ വർ കെയർഫുൾ ദാറ്റ് ഹി ഡിഡ് നോട്ട് ഗെറ്റ് ക്ലോസ് ടു ദ കൂപ്പ്.
നമ്മുടെ ഈ കുട്ടി വലുതായി നടക്കാനൊക്കെ ആയി തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ എലിസബത്തിൻ്റെയും പെലെയ്ക്കും അവൻ ഈ കുട്ടി കോഴിപ്പുറ്റിനടുത്തേക്ക് പോകരുതെന്ന് അവർ ശ്രദ്ധിച്ചിരുന്നു. ബട്ട് ദെൻ ദേ ബിഗാൻ ടു ലോസ് ദെയർ ഫിയേഴ്സ് ആൻഡ് ഗോട്ട് യൂസ്ഡ് ടു സ്മെൽ. പിന്നീട് അവർക്ക് ആ പേടി ഇല്ലാതാവുകയും അവർ ആ സ്മെല്ലിനോട് യൂസ്ഡ് ആവുകയും ചെയ്തു. Before the child got his second teeth, he's gone inside the chicken coop to play as the wires were falling apart. കുഞ്ഞിന് രണ്ടാമത്തെ പല്ല് വരുന്നതിന് മുമ്പ് തന്നെ വേലികൾ തകർന്നതായി അവന് കോഴിപ്പുറ്റിനകത്ത് കയറി കളിക്കാൻ തുടങ്ങി. They both came down with the chicken pox at the same time. അവർ രണ്ടുപേരും ഒരേ സമയം ചിക്കൻ പോക്സ് രോഗം പിടിച്ചു. ആരാണ് ഇവിടെ പേരായിട്ട് പറയുന്നത്? നമ്മുടെ ഏഞ്ചലിനും നമ്മുടെ കുട്ടിക്കും ഒരേ സമയം ചിക്കൻ പോക്സ് വന്നു. ദ ഡോക്ടർ ഹു ടുക്ക് കെയർ ഓഫ് ദ ചൈൽഡ് couldn't resist the temptation to listen to the angel's heart. കുഞ്ഞിനെ ചികിത്സിച്ചിരുന്ന ഡോക്ടറിന് ഈ ഏഞ്ചലിൻ്റെ ഹൃദയമിടിപ്പ് കേൾക്കാനുള്ള ആകർഷണം ചെറുക്കാൻ കഴിഞ്ഞില്ല. ഹി ഫൗണ്ട് സോ മച്ച് ബിസ്ലിംഗ് ഇൻ ദ ഹാർട്ട് ആൻഡ് സോ മെനി സൗണ്ട് ഇൻ ദ കിഡ്നീസ്. അവൻ ഹൃദയത്തിൽ വിചിത്രമായ ശബ്ദങ്ങളും വൃക്കകളിൽ അനവധി ശബ്ദങ്ങളും കണ്ടെത്തി. നമ്മുടെ ഈ ഏഞ്ചലിൻ്റെ ഹൃദയത്തിലും വിചിത്രമായ ശബ്ദങ്ങളും നമ്മളെ വൃക്കകൾ കിഡ്നിയിൽ നിന്ന് അനവധി ശബ്ദങ്ങളും നമ്മുടെ ഈ ഡോക്ടറിന് മനസ്സിലായി. വാട്ട് സർപ്രൈസ്ഡ് ഹിം മോസ്റ്റ് ഹൗവർ വാസ് ദ ലോജിക് ഓഫ് ഹിസ് വിങ്സ്. ഈ ഡോക്ടറിനെ അത്ഭുതപ്പെടുത്തിയത് എന്താണെന്ന് വെച്ചാൽ അവനെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാരണം അവൻ്റെ ചിറകുകളുടെ സ്വാഭാവികതയായിരുന്നു. ദേ സീംഡ് സോ നാച്ചുറൽ ഓൺ ദാറ്റ് കംപ്ലീറ്റ്ലി ഹ്യൂമൻ ഓർഗാനിസം. ആ മുഴുവൻ മനുഷ്യ ശരീരത്തിലെ ആ ചിറകുകൾ വളരെ സ്വാഭാവികമായി തോന്നി. ഹി കുഡിൻറ്റ് അണ്ടർസ്റ്റാൻഡ് വൈ അതർ പീപ്പിൾ ഡിഡിൻറ്റ് ഹാവ് ദം ടു. മറ്റുള്ളവർക്കും ഇത്തരം ചിറകുകളില്ലാത്ത എന്തുകൊണ്ടാണെന്ന് അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. വെൻ ദ ചൈൽഡ് ബിഗാൻ സ്കൂൾ, ദ സൺ ആൻഡ് റെയിൻ ഹാഡ് കോസ്ഡ് ദ കൊലാപ്സ് ഓഫ് ദ ചിക്കൻ കൂപ്പ്. നമ്മുടെ ഈ കുട്ടി വലുതായി സ്കൂൾ പോവാൻ തുടങ്ങിയപ്പോൾ സൂര്യനും മഴയും കാരണം കോഴിപ്പുറ്റ് തകർന്നു പോയിരുന്നു. ദ ഏഞ്ചൽ വെൻ ഡ്രാഗിങ് ഹിംസെൽഫ് അബൌട്ട് ഹിയർ ആൻഡ് ദർ ലൈക്ക് എ സ്ട്രേ ഡ്രൈങ് മാൻ. നമ്മുടെ ഏഞ്ചല് മരിക്കാൻ പോകുന്ന ഒരു അനാഥനെ പോലെ ഇവിടെ അവിടെയൊക്കെ നമ്മുടെ ആകെ ഉണ്ടായിരുന്ന അവന് താമസിക്കാനുള്ള സ്ഥലമായിരുന്നു ആ ചിക്കൻ കൂപ്പ്. അപ്പോൾ അതും കൂടെ തകർന്നതോടുകൂടി മരിക്കാനായിട്ടുള്ള ഒരാളെ പോലെ, അനാഥനെ പോലെ ഈ ഏഞ്ചൽ അവിടെ ഇവിടെ ആയിട്ട് ഇഴഞ്ഞു നടന്നു. ഹി സീംഡ് ടു ബി ഇൻ സോ മെനി പ്ലേസസ് അറ്റ് ദ സെയിം ടൈം. ഒരേ സമയം പല സ്ഥലങ്ങളും ഉണ്ടെന്ന പോലെ അവൻ തോന്നിച്ചു. ഹി കുഡ് സ്കെയർലി ഈറ്റ് ആൻഡ് ഹിസ് ഐസ് ഹാഡ് ഓൾസോ ബിക്കം സോ ഫോഗി ദാറ്റ് ഹി വെൻറ്റ് അബൌട്ട് ബംപിങ് ഇൻ ടു പോസ്റ്റേഴ്സ്. അവൻ ശരിയായ ഭക്ഷണം കഴിക്കാനായില്ല. കണ്ണുകളും മങ്ങിയതിനാൽ അവൻ്റെ തൂണുകളിലും മറ്റു വസ്ത്രങ്ങളിലും ഇടിക്കുകയും ചെയ്തു. പെലെയോ ത്രൂ എ ബ്ലാങ്കറ്റ് ഓവർ ഹിം ആൻഡ് ലെറ്റ് ഹിം സ്ലീപ്പ് ഇൻ ദ ഷെഡ്. പെലെയോ അവൻ്റെ മേൽ ഒരു കമ്പിളി പുതപ്പ് ഇട്ടുകൊടുത്തു, പിന്നെ ഷെഡിൽ ഉറങ്ങാനും അനുവദിച്ചു. ഓൺലി ദെൻ ഡിഡ് ദേ നോട്ടീസ് ദാറ്റ് ഹി ഹാഡ് എ ടെമ്പറേച്ചർ അറ്റ് നൈറ്റ്. അപ്പോഴാണ് നമ്മുടെ പെലെയെയും എലിസാൻ്റെയും ശ്രദ്ധിക്കുന്നത് നമ്മുടെ ഏഞ്ചലിന് രാത്രി ആവുമ്പോൾ ടെമ്പറേച്ചർ കൂടുന്നുണ്ട്, അതായത് പനിയുണ്ടെന്ന്. ദേ ബിക്കെയിം അലാംഡ് ഫോർ ദേ തോട്ട് ഹി വാസ് ഗോയിങ് ടു ഡൈ. പെലെയും എലിസാൻ്റെയും കരുതിയിരുന്നത് ഏഞ്ചല് മരിക്കുമെന്ന്. And yet he only survived his worst winter but seemed improved with the first sunny days. എങ്കിലും നമ്മുടെ വിൻ്ററിൽ കുറച്ച് സർവൈവ് ചെയ്തെങ്കിലും ആദ്യത്തെ സൂര്യപ്രകാശമുള്ള ദിവസങ്ങളിൽ അവന് ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതുപോലെ തോന്നി. He remained motionless for several days in the farthest corner of the courtyard. ഏഞ്ചല് പറമ്പിൻ്റെ ഏറ്റവും അകന്ന കോണിൽ പല ദിവസങ്ങളോളം അനങ്ങാതെ കിടന്നിരുന്നു. അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഡിസംബർ സം ലാർജ് സ്റ്റിഫ് ഫെതേഴ്സ് ബിഗാൻ ടു ഗ്രോ ഓൺ ഹിസ് വിങ്സ്. ഡിസംബർ തുടക്കത്തിൽ അവൻ്റെ ചിറകുകളിൽ വലിയതും കഠിനവുമായ ഈരങ്ങൾ വളരാൻ തുടങ്ങി. ഈരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിങ്സ് എന്ന് പറഞ്ഞാൽ ചിറകുകൾ. ദേ ലുക്ക് ലൈക്ക് ദ ഫെതേഴ്സ് ഓഫ് എ സ്കെയർ ക്രോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാടത്തും പറമ്പിലൊക്കെ കോലങ്ങൾ വയ്ക്കില്ലേ, അതുപോലെ ആയിരുന്നു അവൻ്റെ ഫെതേഴ്സ് വളർന്നുകൊണ്ടിരുന്നത്. One morning, Elisenda was cutting some bunches of onions for lunch when a wind blew into the kitchen. എലിസെൻഡ ഒരു ദിവസം രാവിലെ ഒനിയൻസ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ചെറിയ കാറ്റ് കിച്ചണിലേക്ക് വന്നു. ദെൻ ഷീ വെൻറ്റ് ടു ദ വിൻഡോ ആൻഡ് ഫൗണ്ട് ദാറ്റ് ഏഞ്ചൽ ഇൻ ഹിസ് ഫസ്റ്റ് അറ്റംപ്റ്റ്സ് അറ്റ് ഫ്ലൈറ്റ്. അവൾ ജനലിലേക്ക് പോയപ്പോൾ നമ്മുടെ ഏഞ്ചൽ ആദ്യമായി പറക്കാൻ ശ്രമിക്കുന്നത് അവൾ കണ്ടു. They were so clumsy that he was on the point of knocking the shed down as he couldn't get a grip on the air.
അവൻ്റെ പറക്കൽ വളരെ അശ്രദ്ധമായിരുന്നു. വായുവിൽ നിയന്ത്രണം നേടാനാകാതെ ഷെഡിടിച്ചിടാൻ പോകുന്നത്ര അവൻ കുഴഞ്ഞു. ബട്ട് ദെൻ ഹി ഡിഡ് മാനേജ് ടു ഗെറ്റ് ആൾട്ടിറ്റ്യൂഡ്. പക്ഷെ ഒടുവിൽ അവൻ ഉയരത്തിൽ പറക്കാൻ വിജയിച്ചു. എലിസണ്ട ലെറ്റ് ഔട്ട് എ സൈ ഓഫ് റിലീഫ് ഫോർ ഹെർസെൽഫ് ആൻഡ് ഫോർ ഹിം വെൻ ഷീ വാച്ച് ഹിം പാസ് ഓവർ ദ ലാസ്റ്റ് ഹൗസസ്. അവൻ വീടുകളുടെ മുകളിൽ പറന്നു പോകുന്നത് കണ്ടപ്പോൾ എലിസണ്ടയ്ക്ക് തനിക്കുമായി അവനുമായി ആശ്വാസം തോന്നി. ഹി വാസ് ഹോൾഡിംഗ് ഹിംസെൽഫ് അപ്പ് ഇൻ സം വേ വിത്ത് ദ റിസ്കി ഫ്ലാപ്പിംഗ് ഓഫ് സെനിയൽ വൾച്ചർ. ഒരു വൃദ്ധവും ദുർബലവുമായ കഴുകനെപ്പോലെ അപകടകരമായി ചിറകുകൾ വീശി അവൻ പറന്നുകൊണ്ടിരുന്നു. ഷീ കെപ്റ്റ് വാച്ചിങ് ഹിം ഇവൺ വെൻ ഷീ വാസ് ത്രൂ കട്ടിംഗ് ദ ഓണിയൻസ്. ഉള്ളി അരിഞ്ഞത് കഴിഞ്ഞിട്ടും അവൾ അവനെ നോക്കിക്കൊണ്ടിരുന്നു. ഷീ കെപ്റ്റ് ഓൺ വാച്ചിങ് അൺടിൽ ഇറ്റ് വാസ് നോ ലോങ്ങർ പോസിബിൾ ഫോർ ഹെർ ടു സീ ഹിം. ഏഞ്ചലിനെ കാണാൻ കഴിയാത്തത്ര ദൂരെയായി പോയത് വരെ അവൾ നോക്കി നിന്നു. ഹി വാസ് നോ ലോങ്ങർ എൻ അനോയസ് ഇൻ ഹെർ ലൈഫ് ബട്ട് എൻ ഇമാജിനറി ഡോട്ട് ഓൺ ദ ഹൊറിസോൺ ഓഫ് ദ സീ. ഇനി ആ ഏഞ്ചൽ അവളുടെ ജീവിതത്തിലെ ഒരു ബുദ്ധിമുട്ടല്ല, കടൽക്കരയിലെ ആകാശരേഖയിൽ ഒരു ചെറിയ ദൂരെയുള്ള പൊട്ടുപോലെ മാത്രമായി ഏഞ്ചൽ മാറി.